ഒരു റാങ്ക് ലിസ്റ്റ് വരുന്നു. CPO റാങ്ക് ലിസ്റ്റ്. CPO റാങ്ക് ലിസ്റ്റിൽ ഓരോ വർഷവും പുതിയ റാങ്ക് ലിസ്റ്റ് വരുന്നു. അതുകൊണ്ട് തന്നെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീട്ടില്ല. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഈ കാലാവധി അവസാനിക്കുന്ന സമയമാകുമ്പോൾ സെക്രട്ടേറിയറ്റ് മുന്നിലേക്ക് കുറച്ചു പേരെത്തും. സേവ് CPO സമരം. എന്താണ് വാസ്തവം? ഈ ലിസ്റ്റുകളിൽ നിന്നും ഒരു നിയമനം പോലും നടത്തുന്നില്ല എന്നതാണോ ഇവർ പറയുന്നത്? അല്ല, തങ്ങൾ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്, പക്ഷേ നിയമനം ലഭിച്ചില്ല. PSC റാങ്ക് ലിസ്റ്റ് വന്നാൽ അതിൽ ഉൾപ്പെട്ട എല്ലാവർക്കും നിയമനം ലഭിക്കുമോ? ഇല്ലല്ലോ. പ്രതീക്ഷിത ഒഴിവിന്റെ 3 ഇരട്ടിയാണ് സാധാരണഗതിയിൽ ലിസ്റ്റ് ഇടുന്നത്. വേക്കൻസിയേക്കാൾ കൂടുതലായി റാങ്ക് ലിസ്റ്റ് ഇടുന്നതിന് പല കാരണങ്ങളുണ്ട്. സംവരണത്വം പാലിക്കേണ്ടതാണ് പ്രധാനപ്പെട്ട വിഷയം. റാങ്ക് ലിസ്റ്റിലെ മുഴുവൻ ആളുകൾക്കും ജോലി കിട്ടില്ല എന്ന് PSCയുമായി എന്തെങ്കിലും ബന്ധമുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒട്ടുമുക്കാലും റാങ്ക് ലിസ്റ്റിന്റെ 3-1 3-1 മുകളിലോ ആളുകൾക്ക് മാത്രമാണ് ജോലി കിട്ടുക. വസ്തുത ഇതാണെന്നിരിക്കെ റാങ്ക് ലിസ്റ്റിലുള്ളവർക്ക് ജോലി കൊടുക്കുന്നില്ല എന്നുള്ള കരച്ചിൽ ബാലിശമാണ്. അതിന് വൈകാരികത ചേർത്ത് പ്രഹസനപൂർവ്വം തീർക്കാൻ കുറെ മാധ്യമ വിവരദോഷികളും.